ലഹരി മാഫിയ MDMA കാരിയറാക്കിയതിന്റെ ഞെട്ടിക്കുന്ന കഥ പറഞ്ഞ 9ാം ക്ലാസ്സുകാരി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ലഹരി സംഘത്തിന്റെ കണ്ണിയാകുന്നത്. സ്കൂൾ കുട്ടികളും പെൺകുട്ടികളും സംഘത്തിന്റെ വലയിലുണ്ടെന്നും പെൺകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും അഭിലാഷ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ MDMA സംഘത്തിൽ എങ്ങനെയാണ് മോള് പോയി പെട്ടത്? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചത് ഫസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് വേണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതിൽ യൂസ് ചെയ്ത് അഡിക്റ്റ് ഒന്നല്ലായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോൾ ഞാൻ ഓല് ചോദിച്ചു എന്നോട് കരിയർ ആവുമെന്ന് വെച്ചപ്പോൾ ആവാലോ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ കരിയർ ആയതാണ്. എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നത്? ഇങ്ങോട്ടേക്ക് വന്നതാണോ? ഇങ്ങോട്ടേക്ക് വന്നതാണ്. എൻ്റെ ഫ്രണ്ട് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ID ഉള്ളതായിരുന്നു. എനിക്ക് അതിൽ മെസ്സേജ് അയച്ചതാണ്. ആ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? റോയൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഏടേത് ഫ്രണ്ട്സ് കൂടെ പഠിക്കുന്ന ആളാ? അല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. +2 കഴിഞ്ഞിട്ടുള്ള ആളാണ്. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ബോയ് തന്നെ. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡ്രഗ്സ് ഈ MDMA എവിടുന്നാണ് തരാറ്? സ്കൂളിൽ നിന്ന് താഴത്ത് തന്നെ. കുഴപ്പമൊന്നുമില്ല, ആരും കാണുന്നില്ല. തന്നാലും ആരും ശ്രദ്ധിക്കുന്നില്ല. സ്കൂളിൻ്റെ താഴത്തു തന്നെ. എത്ര പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്? കുറേ പേരുണ്ട്. അങ്ങനെ വലിയ ആൾക്കാരാണ്, ചെറിയ ആൾക്കാരൊന്നുമില്ല. വലിയ ആൾക്കാരെന്ന് പറയുമ്പോൾ എത്ര വയസ്സുള്ള ആൾക്കാരായിരിക്കും? 25 ഏജിൻ്റെ മുകളിലേക്ക്, 20 ഏജിൻ്റെ മുകളിലേക്കൊക്കെ ഉള്ള ആൾക്കാർ. അവർ MDMA സ്കൂളിൽ കൊണ്ടുത്തരുന്നത് എപ്പോഴാണ്? ഏത് സമയത്തായിരുന്നു? ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാവും താഴത്ത്. അവിടുന്ന്. അപ്പോൾ അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലേ? ഫസ്റ്റിന് പൈസ ഇല്ലായിരുന്നു, ഫ്രീ ആയിട്ട് തന്നെ എനിക്ക്. പിന്നെ ഞാൻ കരിയർ ആയപ്പോൾ കുഴപ്പമില്ല. ഇത് ഉപയോഗിക്കാൻ അവർ പഠിപ്പിച്ചെന്നോ? ഫോൺ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ലിങ്ക് ഇട്ടെന്നിരുന്നു. അപ്പോൾ ലിങ്ക് നോക്കി പഠിച്ചതാണ്. വേറെ കൂട്ടുകാരികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെയില്ല. ഇവരെ കൂട്ടത്തിൽ തന്നെ ഗേൾസ് ഉണ്ട് കുറേ. കരിയർ ആയത് എവിടെ നിന്ന് അങ്ങോട്ടേക്കാണ്? അത് 7th ലാസ്റ്റ് ഇയറിൻ്റെ ടൈമിലൊക്കെ കരിയറായി. അത് ആർക്കാ കൊണ്ടു കൊടുക്കേണ്ടത്? അത് വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് ഞാൻ ഒരു സ്ഥലത്തുണ്ടാവും, അവിടെ കൊണ്ട് തന്നാൽ മതി എന്ന് പറയും. അതിന് പൈസ തരുമോ എത്തിക്കുന്നതിന്? അല്ല, ഞാൻ കരിയർ ആയപ്പോൾ പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. പൈസ ഫ്രണ്ടിന് കൊടുക്കാറാണോ? വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്താന്നൊക്കെ ചോദിക്കുന്നതായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. പിന്നീട് എത്ര പൈസ തരും? ഒരു 1 ഗ്രാമിന് 700 ഒക്കെ ആയിട്ട്. ഈ അത് കോഴിക്കോട് നിന്ന് മാത്രമാണോ പുറമേ നിന്നും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആൾക്കാരിൽ എത്തിക്കാനാണോ? എങ്ങനെയാണ് ഈ കരിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? ഒരാൾ എനിക്ക് തരും, ഞാനത് വേറെ ആൾക്ക് കൊണ്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അത് കോഴിക്കോട് തന്നെയാണല്ലേ? കോഴിക്കോട് തന്നെ. സ്കൂൾ സമയത്ത് ആണത് എത്തിക്കുക? സ്കൂളിൻ്റെ ഈവനിങ് ടൈമിൽ, സ്കൂൾ വിടുന്ന ടൈമിൽ താഴ്ത്തുന്നു. ഇത് എത്തിക്കുമ്പം വീട്ടിലെത്താൻ വൈകുമല്ലേ? അപ്പം വീട്ടിൽ ചോദിക്കില്ലേ എവിടെ പോയി എന്താ വൈകിയും ചോദിക്കില്ലേ? വീട്ടിലെത്താൻ വൈകുമ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കുമോ. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുക, നടക്കുമായിരുന്നു എന്നൊക്കെ പറയും. ഇനി ഇതെപ്പോഴാണ് പുറത്ത് പറയണമെന്ന് തോന്നിയത്? പിന്നെ ഉമ്മൻ്റെ കയ്യിൽ വരയൊക്കെ കണ്ടപ്പോൾ ഉമ്മച്ചി ചോദിച്ചു എന്താണ്. ഞാൻ ഫസ്റ്റ് അങ്ങനെയൊന്നും പറഞ്ഞല്ല, ഒരു ലവർ തേച്ചപ്പോൾ അതിൻ്റെ ഫീലിംഗ് കൊണ്ട് വരച്ചാന്ന് പറഞ്ഞത്. പിന്നെയും വരച്ചപ്പോൾ ഉമ്മച്ചി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ പ്രശ്നമുണ്ട് ഒക്കെ.